മെയ് മാസം തിയേറ്ററുകളിലും OTT-യിലും റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതെല്ലാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മെയ് 1-ന് തന്നെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാകുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ റിലീസാവുന്നുണ്ട്. കുറേയധികം ഫ്ലോപ്പുകൾക്ക് ശേഷം നിവിൻ പോളി നായകനായിട്ട് വരുന്ന പ്രധാന റിലീസാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു നിർണായകമായ ഒരു ചിത്രമാണിതെന്ന് വേണമെങ്കിൽ പറയാം. പാട്ടുകൾ മുമ്പ് വന്ന ചില വീഡിയോസും ഒക്കെ കണ്ടാൽ ഒരു കോമഡി ലൈനിലായിരുന്നുവെങ്കിൽ ടീസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ജോണർ ാണ് വന്നിട്ടുള്ളത്. സോ എങ്ങനെയിരിക്കും എന്നുള്ളത് കണ്ടറിയാം. ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, മഞ്ജു പിള്ള, സലിം കുമാർ തുടങ്ങിയവരും പടത്തിലുണ്ട്. മെയ് 1-ന് തന്നെ സഞ്ജയ് ലീല ബൻസാലിയുടെ ഹീരാമണ്ഡി എന്ന ഹിന്ദി സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഏപ്രിലിൽ ഇറങ്ങേണ്ടിയിരുന്ന തമിഴ് ഹൊറർ ചിത്രം അരൺമനൈ 4 മെയ് 3-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഫോൾ ഗൈ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ചിത്രവും മെയ് 3-ന് തിയേറ്ററുകളിൽ റിലീസാകും. 2023-ലെ വലിയ ഹിറ്റുകളിലൊന്നായ ജാപ്പനീസ് മൂവി ഗോഡ്സില്ല -1 സിനിമയുടെ ഡിജിറ്റൽ റിലീസ് മെയ് 1-നോ മെയ് 3-നോ ഉണ്ടാവുമെന്ന് കരുതുന്നു. ജപ്പാനിലായിരിക്കും ഡേറ്റിൽ റിലീസ് ആവുന്നത്. പക്ഷേ സംഭവം ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന നടികർ എന്ന സിനിമ മെയ് 3-ന് തിയേറ്ററുകളിൽ റിലീസാകും. സൗബിൻ ഷാഹിർ, ഭാവന, ബാലു വർഗീസ് തുടങ്ങിയവരും സിനിമയിലുണ്ട്. ട്രെയിലറൊക്കെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. സോ നല്ലൊരു സിനിമയാണിതെന്ന് പ്രതീക്ഷിക്കുന്നു. ടാരോട്ട് എന്ന ഇംഗ്ലീഷ് ഹൊറർ മൂവിയും മെയ് 3-ന് റിലീസ് ആവുന്നുണ്ട്. ഡാർക്ക് മാറ്റർ എന്ന സീരീസ് ആപ്പിൾ TV+ൽ മെയ് 8 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മെയ് 9-ന് മാരുവില്ലൻ ഗോപുരങ്ങൾ എന്ന മലയാളം സിനിമ റിലീസ് ആവുന്നുണ്ട്. വിദ്യാസാഗറിന്റേതാണ് ഈ ചിത്രത്തിന്റെ സംഗീതം. ബോട്ട്പിൻ എന്ന ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് മെയ് 9-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ഏപ്സിന്റെ പുതിയ ചിത്രം മെയ് 10-ന് തിയേറ്ററുകളിൽ റിലീസാകും. രാജ്കുമാർ റാവുവിന്റെ ശ്രീകാന്ത് എന്ന ഹിന്ദി ബയോപിക് മെയ് 10-ന് റിലീസ് ആവുന്നുണ്ട്. മെയ് 10-ന് പെരുമാനി എന്ന മലയാളം കോമഡി സിനിമ തിയേറ്ററുകളിൽ റിലീസാകും. ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന ഓസ്കാർ നേടിയ ജാപ്പനീസ് ആനിം മൂവി മെയ് 10-ന് ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. മെയ് 16-നാണ് ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ഗുരുവായൂർ അമ്പലനടൽ എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസാവുന്നത്. നമ്മുടെ ജെ ഹെ ഒക്കെ സംവിധാനം ചെയ്ത വിപിൻ ദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നിഖില വിമൽ, അനശ്വര രാജൻ, രേഖ, ജഗദീഷ് തുടങ്ങിയവരും സിനിമയിലുണ്ട്. ഗുരുവായൂർ അമ്പലം തന്നെ സെറ്റിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. കോമഡി പ്ലസ് ആക്ഷേപഹാസ്യമാണ് ഈ സിനിമയെന്ന് കരുതുന്നു. എനിവേ കണ്ടറിയാം. എന്നാ താൻ കേസുകൊട് സിനിമയുടെ സ്പിൻ ഓഫ് ആയ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ മെയ് 16-ന് തിയേറ്ററുകളിൽ റിലീസാകും. ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 എന്ന ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ മെയ് 17-ന് റിലീസാകും. മമ്മൂട്ടി വൈശാഖ് ടീമിന്റെ ടർബോ മെയ് 23-ന് റിലീസ് ആകുമെന്ന് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി കൺഫേം ചെയ്തിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിന്റേതാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ്. ഭ്രമയുഗത്തിന് ശേഷം ക്രിസ്റ്റോ സേവ്യർ ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. കന്നഡ നടൻ രാജ്ബി ഷെട്ടി, തമിഴ് തെലുങ്ക് നടൻ സുനിൽ എന്നിവരും പടത്തിലുണ്ട്. ആസിഫ് അലി, ബിജു മേനോൻ ടീം ഒരുമിക്കുന്ന ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ എന്ന ചിത്രം മെയ് 24-ന് തിയേറ്ററുകളിൽ റിലീസാകും. അൽതാഫ് സലീം നായകനാവുന്ന മന്ദാകിനി മെയ് 24-ന് തിയേറ്ററുകളിൽ റിലീസാകും. അറ്റ്ലസ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ മെയ് 24-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്നുണ്ട്. മാഡ് മാക്സിന്റെ പ്രീക്വലായ ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ മെയ് 24-ാം തീയതി തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട്. ഇൻ എ വയലന്റ് നേച്ചർ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ മെയ് 31-ന് റിലീസാകും. അറ്റ്ലി സംവിധാനം ചെയ്ത തെരിയുടെ ഹിന്ദി റീമേക്ക് ബേബി ജോൺ മെയ് 31-ന് തിയേറ്ററുകളിൽ റിലീസാകും. അപ്പോൾ ഇത്രയുമാണ് മെയ് മാസം റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഒക്കെ. ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഏത് സിനിമയ്ക്കാണ് അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് എന്നുകൂടി കമന്റിൽ പറയുമെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും കാണാം.